നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM പിൻ നമ്പർ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ എളുപ്പത്തിൽ ആ പിൻ നമ്പർ നമ്മുടെ ATM കൗണ്ടർ വിസിറ്റ് ചെയ്തുകൊണ്ട് റിക്കവർ ചെയ്തെടുക്കാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിലോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡ് മിഷനിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള സർവീസ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ എനേബിൾ ആയിട്ട് വന്നത് കാണാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ATM കാർഡിൻ്റെ പിൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ക്രിയേറ്റ് ഓർ ചേഞ്ച് പിൻ എന്നുള്ള ഏരിയയിലാണ് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ OTP ജനറേഷൻ എന്നുള്ള ആ ഫസ്റ്റ് ഓപ്ഷനിലാണ് കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നമുക്കിവിടെ ഒരു OTP വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിലൊരു മെസ്സേജ് വന്നതായിട്ട് കാണാം. OTP ഹാസ് ബീൻ സെൻഡ് ഓൺ യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഇത്തരത്തിലൊരു 6 അക്ക OTP നമ്പർ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ATM കാർഡ് മിഷനിൽ നിന്ന് തിരിച്ചെടുത്തതിന് ശേഷം ഒരു തവണ കൂടി മിഷനിലൂടെ തന്നെ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആ സെയിം ഓപ്ഷൻസ് ഇവിടെ കാണാനായിട്ട് കഴിയും. അതിൽ തന്നെ അതായത് ക്രിയേറ്റ് ഓർ ചേഞ്ച് പിൻ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഏരിയയിൽ എത്തുമ്പോൾ ഇവിടെ OTP വാലിഡേഷൻ എന്നുള്ള ഏരിയയിലാണ് കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ള ആ OTP ഇവിടെ വാലിഡേറ്റ് ചെയ്യേണ്ട പ്രോസസ്സ് അതിന് കൃത്യമായിട്ട് നമ്മുടെ ആ 6 അക്ക OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിലൊരു മെസ്സേജ് വന്നതായിട്ട് കാണാം. പ്ലീസ് എൻ്റർ യുവർ ന്യൂ പിൻ എന്ന നിലയിലോട്ട്. അതായത് നമ്മളിപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്യുന്ന ATM പിൻ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ സെക്യൂർഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന ഒരു 4 അക്ക പിൻ നമ്പർ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും ഒരു പേജിൽ റീ എൻ്റർ യുവർ ATM പിൻ എന്ന് കാണാം. അപ്പോൾ സെയിം പിൻ നമ്പർ ഒരു തവണ കൂടി എൻ്റർ ചെയ്യുക. അത്രയും ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാം പിൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.